വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായത്തിലെ മർത്തായും മറിയവുമാണ് ഇന്നത്തെ വിചിന്തനത്തിൻ്റെ വിഷയം. വിശുദ്ധ ലൂക്ക തൻ്റെ സുവിശേഷത്തിൽ സ്ത്രീകൾക്ക് പ്രത്യേകമായിട്ടുള്ള ഒരു സ്ഥാനം കൊടുക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അത് മറ്റൊന്നുമല്ല, ഈശോയുടെ കാലഘട്ടത്തിൽ പാടെ അവഗണിക്കപ്പെട്ടിരുന്ന, പാടെ മാറ്റി നിർത്തപ്പെട്ടിരുന്ന സ്ത്രീകൾക്ക് ഈശോ തൻ്റെ സുവിശേഷ പ്രഘോഷണത്തിൽ വലിയൊരു സ്ഥാനം കൊടുക്കുന്നുണ്ട്. ആ സ്ഥാനം അതേപടി വിശുദ്ധ ലൂക്ക തൻ്റെ സുവിശേഷത്തിൽ അവതരിപ്പിക്കുകയാണ്. ഇന്നത്തെ സുവിശേഷത്തിൽ മർത്തായും മറിയവും ഈശോയെ സ്വന്തം ഭവനത്തിൽ സ്വീകരിക്കുകയാണ്. ഈശോയെ ശുശ്രൂഷിക്കാനായിട്ട് മർത്ത ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ഓടി നടന്ന് ചെയ്തുകൊണ്ടിരിക്കുക. മറിയം ഈശോയുടെ പക്കൽ ശാന്തമായിട്ടിരുന്ന് ഈശോ പറയുന്ന കാര്യങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു. ഇതിൽ ആരാണ് യഥാർത്ഥത്തിൽ ശരി? മർത്തയാണോ അതോ മറിയോ ആണോ? ഈശോ മറിയത്തെ പ്രശംസിക്കുന്നുമുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഈശോ ഒത്തിരി ദൂരം യാത്ര ചെയ്താണ് ഈ മർത്തായുടെയും മറിയത്തിൻ്റെയും ഭവനത്തിലേക്ക് എത്തുക. അപ്പം അങ്ങനെ ഈശോയെ ഭവനത്തിൽ സ്വീകരിക്കുന്ന ഈ മർത്തായും മറിയവും ഈശോയെ ശുശ്രൂഷിക്കാനായിട്ട് കടപ്പെട്ടവരാണ്. ഈശോയെ ഏറ്റവും ഭംഗിയായിട്ട് സ്വീകരിക്കുക, ശുശ്രൂഷിക്കുക എന്നുള്ളത് അവരുടെ കടമയാണ്. അവിടെ മർത്തയാണ് ഓടി നടന്ന് ഈ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് ചെയ്യുക. യാത്ര ചെയ്ത് വരുന്ന ഈശോയ്ക്ക് കാല് കഴുകാനായിട്ട് അവൾ വെള്ളം കൊടുത്തിട്ടുണ്ടാകും, ഈശോയ്ക്ക് കുടിക്കാനായിട്ട് വെള്ളം കൊടുത്തിട്ടുണ്ടാകും, ഈശോയ്ക്കുള്ള ഭക്ഷണങ്ങൾ മറ്റു കാര്യങ്ങളൊക്കെ ഒരുക്കാനായിട്ട് ഇങ്ങനെ ഓടി നടന്ന് മർത്ത ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മറിയം ഈശോയുടെ സന്നിധിയിൽ ശാന്തമായിട്ടിരുന്ന് ഈശോയോട് സംസാരിക്കുകയും ഈശോ പറയുന്ന കാര്യങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു. യഥാർത്ഥത്തിൽ മർത്തയാണ് അവരുടെ കടമ ഏറ്റവും ഭംഗിയായിട്ട് നിർവഹിക്കുന്നത്. പക്ഷേ മറിയമാണ് ഈശോയിൽ നിന്ന് പ്രശംസ ഏറ്റുവാങ്ങുന്നത്. എന്താണ് ഈശോ പറയുക? ഈശോ നൽകുന്നതൊരു ഓർമ്മപ്പെടുത്തലാണ്. ഈശോ മർത്തായോട് പറയാണ്, മർത്ത മർത്ത, നീ പലതിനെക്കുറിച്ചും ഉത്കണ്ഠാകുലയും അസ്വസ്ഥയുമാണ്. ഒരു കാര്യം മാത്രമേ ആവശ്യമുള്ളൂ, മറിയം നല്ല ഭാഗം തിരഞ്ഞെടുത്തിരിക്കുന്നു. ഈ മറിയം തിരഞ്ഞെടുത്ത നല്ല ഭാഗം ഏതാണ്? ഞാൻ ഇടയ്ക്ക് എൻ്റെ ഭവനത്തിൽ, എൻ്റെ വീട്ടിലേക്ക് പോകാറുണ്ട്. നമ്മൾ വീട്ടിൽ പോകുമ്പോൾ അതിൻ്റെ ഉദ്ദേശം അപ്പച്ചനെയും അമ്മച്ചിയൊക്കെ കാണുക, അപ്പച്ചനോടും അമ്മച്ചിയോടൊപ്പം ഒക്കെ ഇരുന്ന് ഭക്ഷണം കഴിക്കുക, അവരോട് സംസാരിക്കുക, സഹോദരങ്ങളെ കാണുക, അവരോടൊപ്പം സമയം ചെലവഴിക്കുക എന്നൊക്കെയാണ്. ഞാൻ ആദ്യമൊക്കെ വീട്ടിൽ ചെല്ലുമ്പോൾ അമ്മ എന്നോട് പറയും, എടാ ഭക്ഷണം കഴിക്കാൻ പാ. ഞാൻ ഭക്ഷണം കഴിക്കാനായിട്ട് ചെന്നിരിക്കും. അപ്പം അമ്മ ഭക്ഷണം എനിക്ക് വിളമ്പും. ഞാൻ അമ്മയോട് പറയും, അമ്മയും ഭക്ഷണം എടുത്തിട്ട് വാ, നമുക്ക് ഒരുമിച്ചിരുന്ന് കഴിക്കാം. അപ്പം അമ്മ പറയും, എടാ ഞാനിപ്പോൾ വരാം, ഒരു ചെറിയ കാര്യം കൂടി റെഡിയാക്കാനുണ്ട്, നീ ഭക്ഷണം കഴിച്ച് തുടങ്ങിക്കോ. ഞാൻ ഭക്ഷണം കഴിക്കാനായിട്ട് തുടങ്ങും. അമ്മ കുറച്ച് നേരം കഴിയുമ്പോൾ എന്തെങ്കിലും പാകം ചെയ്തൊരു ഭക്ഷണം എൻ്റെ പ്ലേറ്റിലേക്ക് ഇട്ട് തരും. അപ്പോൾ ഞാൻ പിന്നെയും പറയും, അമ്മ ഞാൻ ഭക്ഷണം കഴിച്ച് കുറച്ച് നേരമായി, അമ്മ ഭക്ഷണം കഴിക്കാനായിട്ട് വാ, ഒരുമിച്ചിരുന്ന് കഴിക്കാം. അപ്പം അമ്മ പറയും, എനിക്ക് ആ ഷെൽഫ് ഒന്ന് അടയ്ക്കാനുണ്ട്, ഞാനിപ്പോൾ വരാം. എൻ്റെ വാഷിംഗ് മെഷീൻ ഒന്ന് ഓഫ് ചെയ്യാനുണ്ട്, ഞാനിപ്പോൾ വരാം. എനിക്ക് ഒരു പാത്രം ഒന്ന് കഴുകി വെക്കാനുണ്ട്, ഞാനിപ്പോൾ വരാം. ഇതെല്ലാം കഴിഞ്ഞ് അമ്മ വരുമ്പോഴേക്കും സാധാരണ എൻ്റെ ഭക്ഷണം കഴിഞ്ഞിട്ടുണ്ടാവും. പ്രിയമുള്ളവരെ, അമ്മ ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് എന്നോടും എൻ്റെ കുടുംബത്തോടും സഹോദരങ്ങളോടുമുള്ള സ്നേഹം കൊണ്ടാണ്. പക്ഷേ അവിടെ എനിക്ക് നഷ്ടപ്പെട്ടു പോകുന്നത് എൻ്റെ അമ്മയോടൊപ്പം ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനും ആ സമയത്ത് അമ്മയോട് ഉള്ളു തുറന്ന് സംസാരിക്കാനും കിട്ടുന്ന നല്ല കുറച്ച് നിമിഷങ്ങളാണ്. ഈശോ ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മളോട് പറയുന്നതും ഇതേ കാര്യം തന്നെയാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ വ്യഗ്രതകൾക്കിടയിൽ, നമ്മുടെ ജീവിതത്തിൻ്റെ തിരക്കുകൾക്കിടയിൽ നമ്മൾ വിലപ്പെട്ട പലരെയും നഷ്ടപ്പെടുത്തി കളയുന്നുണ്ട്. അങ്ങനെ നഷ്ടപ്പെടുത്തി കളയരുത് എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് ഈശോ നമുക്ക് നൽകുക. വായിച്ച ഒരു കഥ ഇങ്ങനെയാണ്. ഒരു ദിവസം അദ്ദേഹം വീട്ടിൽ വന്നപ്പോൾ ഭാര്യ പതിവില്ലാതെ അദ്ദേഹത്തെ സമീപിച്ചിട്ട് പറഞ്ഞു, നാളെ നിർബന്ധമായിട്ടും കുട്ടിയുടെ സ്കൂളിലേക്ക് ചെല്ലാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, എന്തുകൊണ്ടാണ് എന്നോട് നിർബന്ധമായിട്ടും ചെല്ലാനായിട്ട് പറഞ്ഞത്? സാധാരണ നീയല്ലേ എല്ലാ കാര്യങ്ങൾക്കും പോകാറ്. എനിക്ക് ഓഫീസിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്, ഒരുപാട് തിരക്കുകളുണ്ട്, എനിക്ക് പോകാൻ പറ്റില്ല. ഭാര്യ പറഞ്ഞു, ഈ പ്രാവശ്യം ഒരു ഒഴിവ് കഴിവും പറയാനായിട്ട് പറ്റില്ല, നിർബന്ധമായിട്ടും അപ്പച്ചനെ വിളിച്ചുകൊണ്ട് ചെല്ലണമെന്നാണ് ക്ലാസ്സിൽ നിന്ന് പറഞ്ഞിട്ടുള്ളത്. ഒട്ടും താല്പര്യമില്ലായിരുന്നിട്ടും അസ്വസ്ഥതകളോടെ, അല്പം പരിഭവങ്ങളോടെ അദ്ദേഹം അതിന് സമ്മതിക്കുകയാണ്. പിറ്റേ ദിവസം അല്പം ദേഷ്യത്തോടു കൂടി തന്നെ അദ്ദേഹം സ്കൂളിലേക്ക് ചെല്ലുന്നു. മകളുടെ കൂടെ ആ അധ്യാപകയുടെ മുൻപിലിരിക്കുകയാണ്. അദ്ദേഹം ചോദിച്ചു, എന്താണ് എന്നെ തന്നെ ഇത്ര കാര്യമായിട്ട് വിളിക്കാൻ കാരണം? അധ്യാപിക അദ്ദേഹത്തോട് ശാന്തമായിട്ട്
ഇരിക്കാനായിട്ട് പറഞ്ഞു. എന്നിട്ട് ഒരു ചെറിയൊരു ചിത്രം, അദ്ദേഹത്തിൻ്റെ മകൾ വരച്ച ഒരു ചെറിയ ചിത്രം എടുത്ത് അദ്ദേഹത്തിൻ്റെ കയ്യിലേക്ക് കൊടുത്തു. അല്പം ദേഷ്യത്തോടെ അദ്ദേഹം ചോദിച്ചു, എന്താ ഇത്? അധ്യാപിക പറഞ്ഞു, ഇത് കഴിഞ്ഞ ദിവസം ഞാൻ കുട്ടികളോട് പറഞ്ഞു, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുകളുടെയൊക്കെ പടങ്ങൾ വരയ്ക്കാനായിട്ട് പറഞ്ഞു. ഇത് നിങ്ങളുടെ കുട്ടി വരച്ച ചിത്രമാണ്. ഇതിൽ മനോഹരമായ നിങ്ങളുടെ വീടുണ്ട്, വീട്ടുപറമ്പിലെ ചെറിയ ചെറിയ പൂക്കളുണ്ട്, അമ്മയുണ്ട്, അവിടെ നിങ്ങൾ വളർത്തുന്ന അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അവളുടെ പട്ടിക്കുട്ടിയുണ്ട്, അവൾക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട് ടോയ്സ് അവൾ വരച്ചിട്ടുണ്ട്. പക്ഷേ ഒരാൾ ഈ ചിത്രത്തിൽ മിസ്സിംഗ് ആണ്. അത് താങ്കളാണ്, ആ മകളുടെ പ്രിയപ്പെട്ട അപ്പച്ചനാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്തുകൊണ്ടാണ് അപ്പൻ്റെ പടം അല്ലെങ്കിൽ പപ്പയുടെ പടം മകൾ വരയ്ക്കാതിരുന്നത്? മകൾ പറഞ്ഞു, ഞാൻ പപ്പയെ അധികം കാണാറില്ല, ഞാൻ പപ്പയോട് അധികം സംസാരിക്കാറില്ല. ആ ചിത്രവും പിടിച്ചുകൊണ്ട് അദ്ദേഹം അവിടെ ഇരുന്ന് വിങ്ങിക്കരയാൻ തുടങ്ങി. പ്രിയമുള്ളവരെ, ഈശോ പറഞ്ഞു വയ്ക്കുന്നതും ഇതേ കാര്യം തന്നെയാണ്. ഈ ജീവിതം രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാനായിട്ട്, എൻ്റെ കുടുംബത്തെ കൂടുതൽ സുരക്ഷിതമാക്കാനായിട്ട്, സന്തോഷമുള്ളതാക്കാനായിട്ട് ഞാനിങ്ങനെ ഓടി നടക്കുമ്പോൾ, എൻ്റെ ജോലി ചെയ്യുമ്പോൾ, എൻ്റെ ഭവനത്തിലെ കാര്യങ്ങളൊക്കെ വൃത്തിയായിട്ടും ഭംഗിയായിട്ടും ഒക്കെ ഞാനിങ്ങനെ ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ടവരുടെ കൂടെ, എനിക്ക് വിലപ്പെട്ടവരുടെ കൂടെ സമയം ചെലവഴിക്കാനായിട്ട്, അവരോട് സംസാരിക്കാനായിട്ട് ഞാൻ സമയം കണ്ടെത്തുന്നുണ്ടോ? അങ്ങനെ കണ്ടെത്തുന്നില്ലെങ്കിൽ അത് നമ്മുടെ വലിയ നഷ്ടമാണ് എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ്. അതാണ് ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സമയമെന്നും അതിനാണ് ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഇടം കൊടുക്കേണ്ടതെന്നും ഈശോ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, വൈദികരും സന്യസ്തരോടൊക്കെ ഈശോ പറയുന്നതാണ്, ഈശോയ്ക്ക് വേണ്ടി ഒരു ജീവിതം മുഴുവൻ നിങ്ങൾ മാറ്റിവെച്ച് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ട്. ഈ കാര്യങ്ങൾ മുഴുവൻ ചെയ്യുന്നതും ഈശോയോടുള്ള സ്നേഹത്തെ പ്രതിയാണ്. ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു, ഒരുപാട് പ്രോഗ്രാമുകൾ അറേഞ്ച് ചെയ്യുന്നു, ഒരുപാട് മീറ്റിങ്ങുകൾ നടത്തുന്നു, പള്ളികൾ പണിയുന്നു, സ്ഥാപനങ്ങൾ മനോഹരമായിട്ട് കൊണ്ടുപോകുന്നു. പക്ഷേ ഈശോ ചോദിക്കുന്നത്, ഇതൊക്കെ ചെയ്യുന്നത് എനിക്ക് വേണ്ടിയാണെങ്കിൽ എൻ്റെ കൂടെ ചെലവഴിക്കാനായിട്ട് എത്ര സമയം മാറ്റിവെക്കുന്നുണ്ട്? നമ്മുടെ വിശ്വാസ ജീവിതത്തിലും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ വിശ്വാസത്തെ പ്രതി ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ ഈശോയുടെ കൂടെ ഇരിക്കാൻ, ഈശോ പറയുന്നത് കേൾക്കാൻ, ഈശോയോട് സംസാരിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? അതിന് ഒരു വ്യക്തമായ സമയം മാറ്റിവെക്കാനായിട്ട് നമുക്ക് പറ്റുന്നുണ്ടോ? പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ഏത് കാര്യത്തിനാണോ കൂടുതൽ വില നൽകേണ്ടത്, ഏതു കാര്യത്തിനാണോ കൂടുതൽ പ്രാധാന്യം നൽകേണ്ടതെന്ന് തിരിച്ചറിഞ്ഞ് നമ്മുടെ പ്രിയപ്പെട്ടവർക്ക്, നമ്മുടെ പ്രിയപ്പെട്ട തമ്പുരാന് കൂടുതൽ വില നൽകാനും കൂടുതൽ സമയം മാറ്റിവെക്കാനും ഈശോ നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.